Hello everyone, good evening. Welcome back to a live session today. ഇന്ന് നമ്മൾ 23rd കാർഡാണ് നമ്മളിന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 23rd കാർഡാണ് കേട്ടോ. Good evening Atulya, good evening Anjana, good evening Liju. Everyone, myself Christina Marcus, and today I'm going to present our 23rd card, and I am a trainer from Let's Update Language Academy. So this is our card. So I hope everyone can see the card today, right? എല്ലാവരും നമ്മുടെ കാർഡ് ലൈവ് എന്തായാലും വാച്ച് ചെയ്യുക. പിന്നെ സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതോടെ പ്രസന്റ് ചെയ്യുന്നത് എല്ലാം. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ എവരിവൺ. സോ ഫസ്റ്റ് നമ്മൾ കാർഡ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത് ഒരു കാർഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ സെറ്റിംഗ് ആണ്. സോ ഇന്നത്തെ നമ്മുടെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ക്ലിനിക് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ വരേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ. നമ്മുടെ സെറ്റിംഗ് കണ്ടു കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഇതൊരു നോൺ കേസ് ആണ് അൺനോൺ കേസ് ആണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. സോ സെറ്റിംഗ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ബിലോ ഉള്ള ഈ നേഴ്സ് എന്ന് എഴുതിയേക്കുന്ന കണ്ടോ, ഇതിന്റെ ജസ്റ്റ് ബിലോ തന്നെ കിടക്കുന്ന ഈ കുറച്ച് ഫ്യൂ സെന്റൻസസ് ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ എന്ന് പറയുന്നത്. സോ ഈ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് വന്നിരിക്കുന്നതെന്ന് കാണാം. സോ ഹിയർ ഇൻ ദിസ് കാർഡ് യു കെൻ സീ ദാറ്റ് യു സീ എ 72-year-old patient whose left calf is red and painful. The patient was diagnosed, the patient was discharged from hospital 5 days ago following surgery for a ruptured appendix. You have just examined the patient. You suspect deep vein thrombosis or DVT. Here we can see that നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു 72-year-old ഉള്ള ഒരു പേഷ്യൻറ്റിനെയാണ്. അവർക്ക് ലെഫ്റ്റ് കാഫിന് റെഡ്നെസ് കൊണ്ട് പെയിൻഫുൾ ആണ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഡയഗ്നോസ് ചെയ്തേക്കുന്ന ഡിസ്ചാർജ് പേഷ്യന്റിന് നമ്മൾ 5 days മുന്നേ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. അതായത് അപ്പൻഡിക്സിന്റെ റപ്ചർ ആയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് പേഷ്യന്റിന് 5 days മുന്നേ നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതാണ്. യു ഹാവ് ജസ്റ്റ് എക്സാമിൻ ദ പേഷ്യന്റ് എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. സോ ഫ്രം ദാറ്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതൊരു നോൺ ആണോ അൺനോൺ കേസ് ആണോ എന്ന്. സോ everyone, is this a known case or an unknown case? Can anyone guess? കുറച്ച് പേര് നോൺ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് എക്സാമിൻഡ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ ഇതിനകത്ത് പറയുന്നത് ജസ്റ്റ് എക്സാമിൻഡ് എന്ന് തന്നെയാണ്. സോ ഫ്രം ഹിയർ വി കൻ സീ ദാറ്റ് ഇത് ജസ്റ്റ് എക്സാമിൻഡ് കേസ് ആണ്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മുടെ ടാസ്കിലേക്ക് മൂവ് ചെയ്യാം. ഹിയർ വി കൻ സീ ദാറ്റ് ഇതിൻ്റെ അകത്ത് ഫൈൻഡ് ഔട്ട് എന്നാണ് ഫസ്റ്റ് തന്നേക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ പറയാറുള്ള എന്താണ്, നോൺ കേസിന് കൺഫേം എന്നും ഇല്ലെങ്കിലും എന്താണ് അൺനോൺ കേസിന് ഫൈൻഡ് ഔട്ട് എന്നും പറഞ്ഞാണ് സാധാരണ തരാറുള്ളത് എന്ന് പറഞ്ഞാണ് നമ്മൾ സാധാരണ പഠിക്കാറൊക്കെ ഉള്ളത്. ഐ മീൻ നമ്മൾ സാധാരണ പറയാറൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് ഇവിടെ ഫൈൻഡ് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും മിക്ക സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും. ഇത് ഫൈൻഡ് ഔട്ട് എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. സോ ഈ ഫൈൻഡ് ഔട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും മിക്ക സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും, ഓക്കെ ഇത് ഇനി ഒരു നോൺ കേസ് ആണ് അൺനോൺ കേസ് ആണെന്ന്. പക്ഷെ ഇത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ യു ഹാവ് ജസ്റ്റ് എക്സാമിൻ ദ പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ഉണ്ട് നമ്മുടെ അടുത്ത്. സോ നമുക്ക് പേഷ്യന്റ് നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും, ഓക്കെ നമുക്ക് ആ പേഷ്യന്റിനെ അറിയാം.
സോ ഇതൊരു നോൺ ആണ്, അൺനോൺ കേസ് ആണെന്ന് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. യെസ്, കുറെ പേര് ഇപ്പം നോൺ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്ക്, നമ്മൾ ഫൈൻഡ് ഔട്ട് എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് പേഷ്യൻസ് ലെഗ് പ്രോബ്ലം. പേഷ്യൻറ്റിൻ്റെ ലെഗ് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ആയിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കേണ്ടത്? ഇതിൻ്റെ അകത്ത് നിന്നുള്ള ഓൺസെറ്റ് ചോദിക്കണം, ഇതിൻ്റെ സിവിയറിറ്റി ഓഫ് പെയിൻ ചോദിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് പോയിന്റിൽ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, അതായത് നമ്മുടെ പേഷ്യന്റിനോട് ചോദിക്കാനുള്ളത്. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ഫൈൻഡ് ഔട്ട് എന്ന് തന്നെയാണ്. സോ നമുക്കറിയാം ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചോദിക്കാനുള്ളതാണ് ഫൈൻഡ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സോ ഈ ഫൈൻഡ് ഔട്ട് അബൌട്ട് എനി സിംപ്റ്റംസ് സിൻസ് ഡിസ്ചാർജ്. അതായത് നമുക്കറിയാം 5 ദിവസം മുന്നേ പേഷ്യന്റിന് അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തതാണ്. ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ ഫോളോയിങ് സർജറി ഫോർ റപ്ചർ അപ്പൻഡിക്സ്. അപ്പം ഈ അപ്പൻഡിക്സിന്റെ ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് വീട്ടിൽ വന്നതിന് ശേഷം പേഷ്യന്റിന് എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് നെക്സ്റ്റ് ആയിട്ട്. സോ എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്? അവർക്ക് ഫീവർ ഉണ്ടായിട്ടുണ്ടോ, നോസിയ ഉണ്ടോ, ഇനി എനർജി ലെവൽസിൽ ഡിഫറൻസ് വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത് പേഷ്യൻ്റെ അടുത്ത്. സോ ഇത്രയും കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എക്സ്പ്ലോർ. നമ്മുടെ തേർഡ് പോയിന്റ് ആണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദിസ് എക്സ്പ്ലോർ മീൻസ്? എക്സ്പ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഓക്കെ, എക്സ്പ്ലോർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇനി ഗസ്, നമുക്ക് പേഷ്യനോട് ചോദിക്കാനുള്ളതാണോ ഇല്ലെങ്കിൽ പേഷ്യന് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണോ എക്സ്പ്ലോർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് എക്സ്പ്ലോർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സോ എക്സ്പ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എക്സ്പ്ലോർ പേഷ്യൻസ് കംപ്ലൈൻസ് വിത്ത് പോസ്റ്റ് ഡിസ്ചാർജ് അഡ്വൈസ്. എക്സ്പ്ലോർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേഷ്യനോട് ചോദിക്കാനുള്ള കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പേഷ്യനോട് ചോദിക്കേണ്ടത് പേഷ്യൻസ് കംപ്ലൈൻസ് വിത്ത് പോസ്റ്റ് ഡിസ്ചാർജ് അഡ്വൈസ്. ഈ പേഷ്യന്റ് ഡിസ്ചാർജിന് ശേഷം പേഷ്യന്റിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പേഷ്യന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്കിവിടെ അറിയേണ്ടത്, അല്ലേ? സോ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്? മെഡിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ആക്ടിവിറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട് പേഷ്യന്റിന്റെ. പിന്നെ കംപ്രഷൻ സ്റ്റോക്കിങ്സിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പേഷ്യന്റിന്റെ പോസ്റ്റ് ഡിസ്ചാർജ് അഡ്വൈസിനെ പറ്റി എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ വരുമ്പോഴത്തേക്കും അടുത്തത് അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളാണ് അഡ്വൈസ് എന്ന് പറയുന്നത്. സോ അഡ്വൈസ് വരുമ്പോഴത്തേക്കും യു കൻ സീ ദാറ്റ് അഡ്വൈസ് നീഡ് ഫോർ ഇമ്മീഡിയറ്റ് കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ. എന്തുണ്ടെങ്കിലാണ്, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലാണ് നമുക്ക് ഡോക്ടറിനെ കാണേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലം ആവാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാകാം, നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. സോ അത് എന്താണ്, അഫ്കോഴ്സ് പേഷ്യൻ്റ് കാർഡ് കണ്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്കവിടെ പോയിന്റ് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അഡ്വൈസ് നീഡ് ഫോർ ഇമ്മീഡിയറ്റ് കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ. സോ ഹിയർ വി കൻ സീ ദാറ്റ് അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ് ആസ് റിക്വയർഡ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് നമ്മുടെ അടുത്ത് പറയുന്നത്, അല്ലേ? സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും റെസിസ്റ്റ് റിക്വസ്റ്റ് ഫോർ സ്പെസിഫിക് ഡയഗ്നോസിസ്. അപ്പൊ പേഷ്യന്റ് നമ്മുടെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? സോറി, ഇതിനു മുന്നേ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ നമുക്ക് കാണാം ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് എന്നും പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം ഈ ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് നമ്മൾ സ്ഥിരം പേഷ്യന്റിനോട് ചോദിക്കുക, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ, ഡു യു ഹാവ് എനി കൺസേൺസ്. അപ്പൊ എന്താണ് കൺസേൺസ് നമ്മൾ സ്ഥിരം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്.
പക്ഷെ നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓഫ് കൺസേൺ എന്ന് തന്നിരിക്കുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓഫ് കൺസേൺസ് എന്ന് ചോദിച്ചാൽ മതി. പല സ്റ്റുഡൻസിലും നമ്മൾ കാണാറുള്ള കാര്യമാണ് ഈ ഈ എഴുതാതെ തന്നെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ ചോദിക്കും ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ. നമുക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നമുക്ക് ജസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓഫ് കൺസേൺസ് എന്ന് ചോദിച്ചാൽ മതി. ഇനി അടുത്തതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് റെസിസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ സ്പെസിഫിക് ഡയഗ്നോസിസ് അപ്പോഴത്തേക്കും പേഷ്യന്റ് എന്തെങ്കിലും ചോദിക്കും. ഈ കൺസേൺ നമുക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പേഷ്യന്റ് എന്തെങ്കിലും കൺസേൺ നമ്മുടെ അടുത്ത് എന്തായാലും ഡെഫിനറ്റ്ലി എന്തെങ്കിലും കൺസേൺ നമ്മുടെ അടുത്ത് പേഷ്യന്റ് പറയും. അപ്പം ഈ കൺസേണിനെ പറ്റിയിട്ടാണ് നമ്മൾ അവർ റിക്വസ്റ്റ് എന്തായാലും ചോദിക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്മുടെ ഡീപ് വെയിൻ ത്രോംബോസിനെ പറ്റി അല്ലെങ്കിൽ പേഷ്യന്റ് ഈ നഴ്സ് നോക്കിയതിനെ പറ്റിയിട്ട് പേഷ്യന്റ് ചിലപ്പോൾ ഫർദർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുന്ന നഴ്സിനോട്. അപ്പൊ നമ്മൾ എന്താ പറയും, ഇത് എൻ്റെ റോളല്ല, അതിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റേഞ്ച് ഓഫ് പോസിബിൾ കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരു ഡോക്ടറിന്റെ അസസ്മെന്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല, പകരം നമ്മൾ പറയുന്നു ഇത് എൻ്റെ റോളല്ല, പകരം ഡോക്ടറിന്റെ റോളാണ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡയറക്റ്റ് അവർ എക്സ്പ്ലെയിൻ തന്നേക്കാം നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നോക്കാം. എക്സ്പ്ലെയിൻ പോസിബിലിറ്റി ഓഫ് ബ്ലഡ് ക്ലോട്ടിന്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സോ വി കൻ സീ ദാറ്റ് റീസെന്റ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റീസെന്റ് അവർ സർജറി കഴിഞ്ഞതാണ്, പിന്നെ റെഡ് ആൻഡ് പെയിൻഫുൾ കാഫ് ഉണ്ട്, പിന്നെ നോൺ കംപ്ലയൻസ് വിത്ത് സ്റ്റോക്കിങ്സ്. വാട്ട് ഈസ് ബി നോൺ കംപ്ലയൻസ് വിത്ത് സ്റ്റോക്കിങ്സ്? നമ്മൾ സ്റ്റോക്കിങ്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ഫർദർ ബ്ലഡ് ക്ലോട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം വെയിനിൻ്റെ പ്രോബ്ലമാണ് ആക്ച്വലി ഈ വെയിൻ ട്രോംബോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ അത് മാറാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്നത് പേഷ്യൻറ്റിന്. അപ്പം സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻറ്റിന് ലിംഫ്, അതായത് ലോവർ ലിംഫിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി, അല്ലേ? നമ്മൾ കിടക്കുകയല്ല അവിടെ, അപ്പോഴത്തേക്കും മൂവ്മെൻ്റ് ഒന്നും നമ്മൾ സാധാരണ ഉള്ളതുപോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ പറയുന്നു, സ്റ്റോക്കിങ്സിൻ്റെ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഇതൊന്നും യൂസ് ചെയ്തില്ല എങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നെക്സ്റ്റ് വരുന്നത് എന്താ, റീഅഷ്യൂർ. നമ്മുടെ പേഷ്യൻ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഡീപ്പായിട്ടുള്ള കൺസേണും കാര്യങ്ങളും അവരല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടിയായിരിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആക്ച്വലി നമ്മൾ റീഅഷ്യൂർ ചെയ്യേണ്ട പേഷ്യൻറ്റിന്. ടു റീഅഷ്യൂർ പേഷ്യൻറ്റ് അബൌട്ട് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് എന്തോ കൺസേൺ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അവർക്ക് പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു റീഅഷ്യൂറൻസ് അവർക്ക് കൊടുക്കണം. സോ എങ്ങനെ, ലൈക്ലി ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്, ഒ.പിയിൽ നമുക്ക് കാണാമെന്ന് അങ്ങനെ പറയാം. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഓൺലി ഇഫ് നെസസറി, അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പം അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം പേഷ്യൻറ്റിന്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ നെക്സ്റ്റ് സ്റ്റെപ്സ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഇനി എന്ത് ചെയ്യും. നമ്മളിപ്പോൾ റീഅഷ്യൂറൻസ് കൊടുത്തു, ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുള്ള റീഅഷ്യൂറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്ത് ചെയ്യാം, അതായിരിക്കുമല്ലേ നെക്സ്റ്റ് ഇനി പേഷ്യൻറ്റിൻ്റെ കൺസേൺ ഉണ്ടാകാൻ പോണത്. അവർക്ക് എപ്പോഴും അറിയണം ഇനിയിപ്പോൾ നമ്മൾ അവരുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞ് ഇനി നമുക്ക് എന്ത് അടുത്ത് ചെയ്യാം, അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോണത്. സോ നമുക്ക് അടുത്തത് പറയാം പേഷ്യൻറ്റ് റിമൈനിങ് ഇൻ കൺസൾട്ടേഷൻ റൂം. നമുക്ക് അവരുടെ അടുത്ത് പറയാം പേഷ്യൻറ്റിൻ്റെ അടുത്ത്
കൺസൾട്ടേഷൻ റൂമിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡോക്ടർ വന്ന് എക്സാമിൻ ചെയ്തോളും പേഷ്യൻറ്റിനെയാണ്. ഓക്കെ. ഇനി അടുത്തത് എസ്റ്റാബ്ലിഷ് പേഷ്യൻസ് കൺസെന്റ് ടു വെയിറ്റ് ടു സീ ഡോക്ടർ. ഇനി എസ്റ്റാബ്ലിഷ് പേഷ്യൻ്റെ കൺസെന്റ് അതായത് ഡോക്ടറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തോളാം എന്നുള്ള കൺസെന്റിനാണ് നമുക്ക് അടുത്തത് വേണ്ടത്. അപ്പം നമ്മൾ അത് ചോദിക്കാം പേഷ്യൻ്റെ അടുത്ത്. എസ്റ്റാബ്ലിഷ് ഓക്കെ ആണോ പേഷ്യനെ കാണാനായിട്ട്, ഡോക്ടറിനെ കാണാനായിട്ട് നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആണോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. So far I hope everyone understood our presentation. So okay. Okay. So നമ്മുടെ ഹോൾ കാർഡ് നഴ്സസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. So now നമ്മുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. So now let's welcome Mariya ma'am and let's do a role play. Hello Mariya ma'am. Hi ma'am. Hi. എല്ലാവർക്കും നന്നായിട്ട് മാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്ക് പ്രിയങ്ക മാം ആണ് ചെയ്യുന്നത്, പക്ഷെ നല്ല പകരം നമ്മുടെ ക്രിസ്റ്റീന മാം ആണ്. അപ്പോൾ മാം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് അത് കാർഡ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, എങ്ങനെയാണ് നോൺ കേസ് മനസ്സിലാക്കുന്നത് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിൽ സീ ദ റോൾ പ്ലേ കാർഡ്. അപ്പോൾ റോൾ പ്ലേ കാർഡിൽ പേഷ്യൻ്റ് റോള് Mariya ma'am. ഓക്കെ. നഴ്സ് റോള് ക്രിസ്റ്റീന മാം ആയിരിക്കും കേട്ടോ. ഓക്കെ. Yes. So shall we start? So നമുക്ക് സാധാരണ 3 minutes ആണ് പ്രിപ്പറേഷൻ ടൈം. ബട്ട് ഇൻ ദിസ് കേസ് നമുക്ക് അത് ഡയറക്ട്ലി സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കാർഡിലേക്ക് കിടക്കാം, അല്ലേ മരിയ മാം? Yes. Okay. So I'm going to set the timer for 5 minutes and shall we start? Yes. Start. Good evening. Good evening. Please take. Thank you. Thank you. Sorry, I'm so sorry, but I just forgot to ask the name before. Actually, we 3 minutes time നമ്മുടെ name ചോദിക്കണ്ട, because this is a known case. So നമ്മൾ 3 minutes time name ചോദിച്ചു വെക്കേണ്ടത്. So before that, we should ask the patient how may I address you during the role play. You can call me Riya. Okay, thank you. So I'm going to start. Okay. Okay. So thank you, Ms. Riya, for allowing me to examine your neck. So from that, I could understand that you have been suspected for a deep vein thrombosis, Ms. Riya. Yes. So, is it okay if I ask you more about your leg problem? Sure, nurse, please move on. So I would like to know, when did the problem start, and could you please explain me about the severity of the pain? Sure, the problem started a couple of days ago and it's not too painful. But if I would rate it, it's about 5 out of 10. Okay, thank you, Ms. Riya, for explaining me the details. And I would also like to know about the symptoms which have appeared to you since discharge. So, have you experienced any fever or nausea? Well, nurse, actually, I don't have any fever or nausea or anything else. Okay, thank you. Have you experienced any change in your energy levels as well? Yes, nurse. Actually, I was feeling very tired, and also I'm not feeling to do anything much. So I have been lying in bed most of the time. Okay, I'm so sorry to hear that, Miss Mariya. Sorry, Miss Riya. Okay. And
I would also like to know about the post-discharge advices which the medical team has given to you after your discharge from the hospital. So have you been following it in a correct manner? Well, I have been following most of the discharge advice as has informed me before. Okay, Miss Maria. And how about the medication? Are you taking the medication on time? And how about the food intake? Well, I used to take the medication according to the doctor prescription. I also been drinking lots of water. Okay. How about your activity level? Well, as I mentioned before, I'm a little tired, so I'm not doing much of exercise or anything, and I'm not being very active, you know. Okay. So, are you wearing the compression stockings as we have mentioned you to? Well, nurse, actually, I used to wear the compression stocking, but only some of the time because I don't feel it is very comfortable, you know. Miss Ria, let me explain. It is really important for you to consult a doctor if you are want further diagnosis and also to test as treatment required. You need a consultation from a doctor. So I strongly suggest you to get an immediate consultation with the doctor. Oh, sure, nurse. So I think I will do. But before that, I would like to know what the diagnosis will be. Well, Miss Ria, I am not the authorized person, and this is not my role, and I am not the expertise to explain you further regarding your diagnosis. Actually, there are possible range of reasons which might have caused this deep vein thrombosis in your case. But let me explain you. A doctor is the rightful person to explain you further regarding that, and you need to get a right assessment from a doctor. Okay. But see, nurse, I hope that I can be treated at the clinic because I really don't go back to the hospital. Before that, Ms. Ria, can I ask you a question? I would like to explain you more about the blood clot for that. Is that okay if I explain you regarding that? Sure, please move on. Okay. You have had a recent surgery, like you have been discharged from the hospital about 5 days ago, as we can see, and you have a red and painful cough, and your rules are known using this compression stockings as per the medical team has advised you to. So this might be result in a blood clot. Okay. Then this might cause some problem if you're not using the stockings at the right time and in the right manners. All right. Okay, Miss Ria, let me assure you that as per the questions that you have mentioned earlier, we have a outpatient clinic that is available for you, and you can use that too. But let me explain you. I am not strongly suggesting you to get admitted to a hospital. In fact, it is only if needed. It is only, if it is totally needed, I strongly suggest you to go to a hospital. And as a next step, let me explain you. You can remain patient in a consultation room, and the doctor will come and examine you. Is that okay for you? Yes, miss, that's totally fine. So you can just follow that. Okay, so can you please wait until the doctor come and see you? Oh, yes, sure, miss. I can wait. Oh, thank you so much, Miss Maria. Okay, thank you. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് ഞങ്ങളുടെ സ്പീക്കിംഗ് കാർഡ് തീർത്തത്. So I hope everyone understood the card today. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് കാർഡ് പ്രസൻറ്റ് ചെയ്തത് അല്ലേ. എപ്പോഴും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ 4th പോയിന്റ് നേഴ്സിൻ്റെ കാർഡിലെ 4th പോയിന്റിൽ പോസിബിലിറ്റി ഓഫ് ബ്ലഡ് ക്ലോസ് പറഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നെയാണ് നമ്മൾ റീഅഷ്വറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്രിസ്റ്റീന മാം നല്ല വെല്ലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം നമ്മളുടെ ചില സ്റ്റുഡൻസിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഇൻ കേസ് നമ്മൾ ബൈ മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് മാറ്റി ഒരു പോയിന്റ് നമ്മൾ ബൈ മിസ്റ്റേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് സ്കിപ്പായി പോയ പിള്ളേരോട് പാനിക്കായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ക്രിസ്റ്റീന മാം വാസ് വെൽ എക്സ്പ്ലെയിൻ കാരണം മാമിനോട് പാനിക് ഒന്നും ഉണ്ടായിരുന്നില്ല. മാം വാസ് ടെല്ലിങ് ദാറ്റ് ബിഫോർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ പോസിബിലിറ്റി ഓഫ് ബ്ലഡ് ക്ലോസ്. ദാറ്റ് വാസ് റിയലി ഗുഡ്. അത് മോസ്റ്റ്ലി ഞാൻ സ്റ്റുഡൻസിൽ കുറച്ച് കുറവാണ് കാണുന്നത്, ബിഗിനേഴ്സിനൊക്കെ. അപ്പോൾ മാം അത് വെല്ലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ദാറ്റ് വാസ് റിയലി ഗ്രേറ്റ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു പറഞ്ഞത്. സോ ഐ ഹോപ്പ് ഞങ്ങളുടെ കാർഡ് നന്നായിട്ട് പ്രസന്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. And I hope this card will be very beneficial for most of this all the students who is seeing this live session. Okay, so thank you everyone.
I hope you all understood the card very well and wish you all the best. Thank you. Thank you. Bye. Bye.